ഹല്ലേലൂയ. നീ ഇവിടെ ഒന്ന് പുറപ്പെടണം, നീ കിഴക്കോട്ട് പോകണം. കിഴക്കോട്ട് ചെല്ലുമ്പോൾ യോർദാൻ കാണും, യോർദാന്റെ കിഴക്ക് നീ പോകണം. സ്തോത്രം. അവിടെ കെരീത് എന്ന് പറഞ്ഞൊരു തോടുണ്ട്, അവിടെ നീ ഒളിച്ചിരിക്കണം. ദൈവവൈതലേ സ്തോത്രം. ദൈവം പറയുന്നത് അതുപോലെ അനുസരിക്കുന്ന ഏലിയാവ് അനുസരിച്ചുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. എന്നാൽ ലോത്തിനോട് പറഞ്ഞു, ഇല്ല, പർവ്വതത്തിലേക്ക് ഓടിക്കോളാൻ. അവിടെ അവൻ കോംപ്രമൈസ് ചെയ്തു. അയ്യോ, എനിക്കത്രയും ശക്തിയില്ല. എടാ, നിന്നെ ശക്തനാക്കുന്നവൻ ദൈവമല്ലേ? ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അസാധ്യമെന്ന് പറഞ്ഞാൽ നിന്നെ ഓടിക്കും. നീ പേടിക്കണ്ട, നിന്നെ അവിടെ എത്തിക്കുവാൻ തക്കോണം ദൈവം വിശ്വസന. എങ്കിലും ദൈവദാസനെ, ഞങ്ങളെ കൊണ്ട് ഇത് പറ്റത്തില്ല. പറ്റത്തില്ലെന്ന് പറയാതെ പറ്റുമെന്ന് പറയുന്നേ. പാസ്റ്റേ, ഞങ്ങൾക്ക് ഒത്തിരി പ്രായമായി, ഇനി ഞങ്ങളുടെ ചെറുക്കന്റെ വിഷയം ഈ ബന്ധനം അഴിയുമെന്ന് എനിക്ക് വിശ്വാസമില്ല. വിശ്വാസം ഉണ്ടെന്ന് പറയുന്നേ. ഇത്രയും നാളും നമ്മളെ കൊണ്ട് പറ്റുമെന്ന് പറഞ്ഞതുകൊണ്ടാ ബന്ധം അഴിയാഞ്ഞത്. നമ്മളെ കൊണ്ട് പറ്റത്തില്ലെന്ന് കർത്താവിനോട് പറയുന്നില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. ഈ പ്രാവശ്യം ഒത്തില്ലെങ്കിൽ ഇപ്പം പെന്തക്കോസ്റ്റ് കോൺഫറൻസ് തുടങ്ങി, അന്നേരം ഒത്തിരി പേര് വരും. അതിലേതെങ്കിലും ഒരാളെ കൂടെ ഞാൻ വിളിച്ചൊന്ന് പ്രാർത്ഥിക്കും. അന്നേരം ബന്ധനം അഴിയുമെന്ന് അതിന്റെ കണക്കൂട്ടൽ. ഈ കണക്കൂട്ടലൊക്കെ വിടന്നീ കർത്താവിന്റെ അടുത്ത് പറയാൻ പറ്റത്തില്ലെന്ന് പറ. എന്നെ കൊണ്ട് പറ്റത്തില്ല, ഞാൻ സഹി കേട്ടു. പൂർണ്ണമായി സമർപ്പിച്ചു കൊടുക്കേ. നീ സമർപ്പിച്ചു കൊടുത്താൽ നീ സേഫ് ആകുന്ന ഒരു സ്ഥലമാണ് കർത്താവ് നിനക്ക് വേണ്ടി പറയുന്നത്. നീ സബ്മിറ്റ് ചെയ്താൽ മാത്രമേ യോർദാന് കിഴക്കുള്ള കെരീത് തോട്ടിൽ പോയി ഒളിച്ചിരിക്കാനായിട്ട് പറയത്തുള്ളൂ. കാരണം ഈ ആഹാബ് രാജാവ് ഈ ഏലിയാവിനെ പിടിക്കുവാൻ ദേശത്തുള്ള മുഴുവൻ നദീതീരങ്ങളിലും തടാകങ്ങളിലും ഗുഹകളിലും പർവ്വതങ്ങളിലും ആളയക്കാത്ത ദേശമില്ല. ഈ ഏലിയാവിനെ കൊന്നുകളയുവാൻ 3.5 വർഷത്തേക്ക് ആകാശവും ഭൂമിയും അതേ ഹല്ലേലൂയ മഞ്ഞും മഴയും ഉണ്ടാകാതവണ്ണം അതേ കഠിനമായി ജനം പീഡിപ്പിക്കപ്പെടുന്ന ഈ കഷ്ടപ്പെട്ട് പട്ടിണി കിടന്ന കൃഷിയെല്ലാം നശിച്ച് വെള്ളമില്ലാതെ മൃഗങ്ങൾ ചത്തൊടുങ്ങി മനുഷ്യൻ മരിച്ചുകൊണ്ടിരിക്കുന്ന ഈ വേദനാജനകമായ പ്രവചനം നടത്തിയ ഏലിയാവിനെ വക വരുത്തണമെന്ന് പറഞ്ഞ് സർവ്വബലത്തോടുകൂടെ പിന്നെയും ആഹാബ് അതിൻ്റെതാകുന്ന ധനത്തോടും അതിന്റെ പടയാളികളോടുകൂടെ പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവവൈദ്യ നിന്നെ സേഫായി രക്ഷിക്കാൻ കഴിയുന്ന ദൈവം നിന്നോട് പറയുക, നീ കെരീതിൽ തന്നെ പോയാ പറ്റൂ. നീ ഇന്ന് പകൽക്കാലം കെരീതിൽ ഒളിക്കുമോ? അപ്പൊ കുറച്ചുകൂടെ ചോദ്യം എന്താണെന്നറിയാമോ? ഞാന് സീലിയുടെ ആ ബെഡിലെ കിടന്നു പരിചയമുള്ളൂ. സ്ലീപ്പീസിൽ നിന്ന് വാങ്ങിക്കുന്ന ബെഡിലെ കിടക്കത്തുള്ളൂ. മേസീസിലെ ബെഡിൽ കിടക്കത്തില്ല. ഞങ്ങൾക്ക് ഇതൊന്നും പരിചയമില്ല. എനിക്ക് ബെഡ് കിട്ടുമോ? ഹീറ്റർ ഉണ്ടോ? എയർ കണ്ടീഷൻ ഉണ്ടോ? ഇപ്പം ഹീറ്റിംഗ് സിസ്റ്റം തണുപ്പ് കൂടുതലാ? ഫുഡ് എങ്ങനാ? പ്രൈസ് ദി ലോർഡ്. ആഹാരം വല്ലതും ചോദിച്ചോ? എന്താ കർത്താവ് ഈ മെനു വല്ലതും ഏലിയാവ് പറഞ്ഞോ? കർത്താവെ, കെരീത് തോട്ടിൽ ഞാൻ പോകാം, കിടക്കുന്ന എവിടാ? കിടക്കുന്ന കാര്യം പറഞ്ഞില്ല. കുടിക്കുന്ന കാര്യം പറഞ്ഞു. നീ തോട്ടിൽ നിന്ന് കുടിക്കണം. അല്ലല്ല, ഞങ്ങൾ ഈ തോട്ടിൽ നിന്ന് കുടിക്കത്തില്ല. ഏലിയാവ് വന്ന് കുടിക്കാൻ തുടങ്ങിയതായിരിക്കും നമുക്ക് ഈ സ്പ്രിംഗ് വാട്ടർ ഇങ്ങനെ വരുന്നത്. ഏതായാലും അത് വായിച്ച് മനസ്സിലാക്കിയോണ്ട് സ്തോത്രം. നമുക്ക് സ്പ്രിംഗ് വാട്ടർ കിട്ടും ബോട്ടിൽ. ഏലിയാവ്, നീ തോട്ടിൽ നിന്ന് കുടിക്കണം. ഇല്ല, ഞാൻ വെള്ളം തിളപ്പിച്ചാറിച്ചേ കുടിക്കാറുള്ളൂ. ഞങ്ങൾ ഈ വെള്ളം കുടിച്ച് പരിചയമില്ല. ഞങ്ങൾക്ക് ഈ അണുക്കളുള്ളതും ഒത്തിരി പിന്നെ വൈറസും ഒക്കെ ഉള്ള ഈ കാലഘട്ടത്തിൽ ഒത്തിരി രോഗം പകരും. സ്തോത്രം. അതെ, ഹലോ, ഈ വെള്ളം ഞങ്ങൾ കുടിക്കത്തില്ല. ഇല്ല, നിന്നോട് കൽപ്പിച്ച വെള്ളം കുടിച്ചാലേ നിനക്ക് വൈറസ് വരാതിരിക്കുള്ളൂ. ചിലര് മാർക്കറ്റിലൊക്കെ പോയിട്ട് വന്നിട്ടേ ഞാൻ കണ്ടിട്ടുണ്ട്, ഫ്രൂട്ട്സ് ഒക്കെ സോപ്പിട്ട് കഴുകുന്നത് കൈ 2 പ്രാവശ്യം കഴുകുന്നവരും ഒക്കെ കണ്ടിട്ടുണ്ട്. ചിലർക്ക് വിശ്വാസമേ അല്ല, ആ വസ്ത്രമൊന്നും വിശ്വാസമല്ല. വീട്ടിലോട്ട് കയറി അണുക്കൾ വരുമെന്ന് പറഞ്ഞ് അപ്പോഴേ അത് ലോണ്ടറിലോട്ടൊക്കെ ഇട്ടിട്ടാ വീട്ടിലോട്ട് കയറുന്നത്. അത്രമാത്രം സൂക്ഷ്മതയോടാ നിൽക്കുന്നത്. പക്ഷെങ്കിൽ അവസാനം വരുമ്പോഴാ കഥ മനസ്സിലാകുന്നത്. തങ്ങൾ ഭയപ്പെട്ട വൈറസ് എന്നെ വരയ്ക്കകത്ത് കയറിയിട്ടുണ്ടെന്നുള്ളത് അറിയുന്നില്ല. തങ്ങൾ ഭയപ്പെട്ട വൈറസ് ശരീരത്തിൽ കയറിയിട്ട് മാസങ്ങളായെന്നേ. ദൈവവൈതലേ, നിന്റെ ശരീരത്തിലേക്ക് കയറിയിരിക്കുന്ന വൈറസ് ആക്ടിവേറ്റ് ചെയ്യാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരുണയാ.
ഇന്ന് പകൽക്കാലം ദൈവം നിന്നെ നോക്കിക്കൊണ്ടിരിക്കുക. ദൈവം നിന്നെ സ്തോത്രം നിന്നെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുക. നിന്റെ വിശ്വാസത്തിന്മേൽ അതിന്റെ വീര്യം വർദ്ധിക്കുവാൻ ദൈവം ആഗ്രഹിക്കുക. അഭിഷേകത്തിന്മേൽ അഭിഷേകം, തേജസ്സിന്മേൽ തേജസ്, അതേ ഹല്ലേലൂയ ശക്തിയോട് ഒരു രാജകീയ അഭിഷേകത്തിൽ നീ ഉയരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഈ വൈറസിനെ കരിച്ചുകളെ ദൈവത്തിന് അഭിഷേകം നിന്നിൽ വ്യാപരിക്കട്ടെ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ. അപ്പോൾ യോർദാന് കിഴക്കുള്ള തോട്ടിൽ ഒളിക്കാൻ പറഞ്ഞപ്പോൾ കിടക്ക ചോദിച്ചില്ല, വീട് ചോദിച്ചില്ല, എത്ര ബെഡ്റൂം ഉണ്ടെന്ന് ചോദിച്ചില്ല, കിച്ചണിൽ എങ്ങനെയാന്ന് ചോദിച്ചില്ല, ആരാഹാരം തരുമെന്ന് ചോദിച്ചില്ല. ആഹാരം ഉണ്ടാക്കിക്കൊണ്ട് വരുമ്പോൾ മീൻകറി കൊണ്ടു ചെല്ലുമ്പോൾ പറയും അത് ഞാൻ കഴിക്കാറില്ല സിസ്റ്ററെ, ചിക്കനെ കഴിക്കാറുള്ളൂ. അപ്പൊ ചിക്കൻ കൊണ്ടു ചെല്ലുമ്പോൾ പറയാം ഞാൻ അതൊന്നും അറിയാം, എനിക്കറിയാം പുളിശ്ശേരിയാ കൂട്ടാം. പുളിശ്ശേരി കൊണ്ടു ചെല്ലുമ്പോൾ പറയും അതല്ലായിരുന്നു, ഇവിടെ രസമില്ലേ, രസം ഇത് രസമാ, ചിലർക്ക് വലിയ രസമാ. സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നോട് ഒളിച്ചിരിക്കാൻ പറയുന്ന മണ്ഡലത്തിൽ നീ ഒളിച്ചിരിക്കണം. കുടിക്കാൻ പറയുന്ന തോട്ടിൽ നീ കുടിക്കണം. തോടിന്റെ വിശുദ്ധിയല്ല, തോടിന്റെ ധനാഗമ മാർഗമല്ല നോക്കേണ്ടത്, തോടിന്റെ സൗന്ദര്യം നീ നോക്കരുത്, തോടിന്റെ സ്റ്റാറ്റസ് അല്ല നോക്കേണ്ടത്, തോടിന്റെ പ്രൊഫഷൻ നീ നോക്കേണ്ടത്. തോട്ട് എങ്ങനെ ഇരിക്കും നിനക്ക് അനലൈസ് ചെയ്യാൻ അവകാശമില്ല. അതിനും അത് മാർക്കിടേണ്ടവൻ നിനക്ക് അവകാശമില്ല. മാർക്കിടുവാൻ സ്വർഗത്തിലെ ദൈവം പറഞ്ഞ് അനുസരിക്കുവാൻ നിനക്ക് അവകാശമുള്ളൂ. അവിടെ നിനക്ക് ഭക്ഷണം തരേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. ഏലിയാവിന് പറഞ്ഞുകൂടായിരുന്നോ? ഏലിയാവിന് അങ്ങ് പറഞ്ഞുകൂടായിരുന്നോ? വേണ്ട. ആഹാബ് രാജാവിന്റെ കൊട്ടാരത്തിൽ പ്രധാന കാര്യവിചാരകത്വം ചെയ്യുന്ന ഒബൈദ്യാവ് എന്റെ സ്നേഹിതനാ, ഞങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്, നല്ലൊരു അഭിഷിക്തനാ. ഈ ആഹാബ് അനേക ദൈവത്തിന്റെ ദാസന്മാരെ കൊന്നുമുടിക്കാൻ നോക്കി നടക്കുമ്പോൾ ആഹാബ് രഹസ്യമായി 150 പേരെ അവിടെ ഇവിടെ ഗുഹകളിൽ ഒളിപ്പിച്ച് താമസിപ്പിച്ചിട്ട് ആരും അറിയാതെ രാജാവിന്റെ ഭക്ഷണത്തിൽ അതെ അപ്പവും വെള്ളവും ഒക്കെ കൊടുത്തവരെ പോഷിപ്പിക്കുന്നുണ്ട്. എങ്കിൽ അതെ ദൈവമേ, ഞാനും ആഹാബിനോടൊന്ന് പറഞ്ഞിട്ട് അവിടെ ഏതെങ്കിലും ഒരു ഗുഹയെ പോയി കിടക്കാമെന്ന് പറഞ്ഞു. ഏലിയാവ് അഭിഷേകം പ്രാപിച്ച ദൈവത്തിന്റെ രാജകീയ അഭിഷേകമുള്ള ഏലിയാവിനറിയാം ദൈവം പറയുന്നൊരു ഉദ്ദേശമുണ്ട്. അതാണ് വീട് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയ പോക്ക. ദൈവവൈതലെ സ്തോത്രം. ആഹാബിന്റെ കൊട്ടാരത്തിലെ കാര്യവിചാരകത്വം നോക്കുന്ന ഒബൈദ്യാവിനെ ആശ്രയിച്ചില്ല ഏലിയാവ്. ഏലിയാവ് എന്ത് ചെയ്തറിയാമോ? പ്രൈസ് ദി ലോർഡ്. ദൈവം കൽപ്പിച്ചതോ മാത്രം നോക്കി കാക്കയോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു, ഞാൻ കാക്കയോട് കൽപ്പിച്ചു. എന്തുവാ നിനക്ക് ഭക്ഷണം തരേണ്ടത്? എന്തോ ഭക്ഷണം? രാവിലെ അപ്പവും ഇറച്ചിയും, വൈകുന്നേരത്ത് അപ്പവും ഇറച്ചിയും. അയ്യോ, 2 തരമേ ഉള്ളൂ, 4 തരമില്ലല്ലോ. അയ്യോ, ഇതിനകത്തൊരു വ്യത്യാസമുണ്ട്. ഒബൈദ്യാവ് കൊടുത്തത് അപ്പവും വെള്ളവുമാ. പ്രൈസ് 18-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 18-ാം അധ്യായത്തിലെ 4-5 വാക്യങ്ങളിലുണ്ട്. അവിടെ ഒബൈദ്യാവ് അപ്പവും വെള്ളവും കൊടുത്തു. ഇപ്പൊ ഏലിയാവിന് കണ്ടോ പ്രത്യേകത? കണ്ടോ? ഏലിയാവിന് അപ്പവും ഉണ്ട്, വെള്ളവും ഉണ്ട്, ഇറച്ചിയും ഉണ്ട്. ഇനി അടുത്തൊരു സംശയം, പാസ്റ്റർ ഈ കാക്ക എങ്ങനെ? കാക്ക ഈ എച്ചില് പോലെ ഒരു ശകലം അപ്പക്കഷ്ണം കൊത്തിയെടുത്തോണ്ട് കാക്കയുടെ ചൂണ്ടത്ത് എന്തോ അപ്പം കൊള്ളാൻ അപ്പം കൊണ്ട് തന്നിട്ട് ഈ പോയി ഇറച്ചി ഒരു കഷ്ണമല്ലേ പറ്റുള്ളൂ. ആ ഒരു കഷ്ണം കൊത്തിയെടുത്തോണ്ട് വരുമ്പോഴത്തേക്ക് ഏലിയാവിന് എത്ര പ്രാവശ്യം പറഞ്ഞാലാ നിറയുന്നേ? ഇതാണ് നമ്മുടെ കുഴപ്പം. നമുക്ക് ദൈവം ആരാന്നുള്ള റിലേഷൻഷിപ്പ് അറിയത്തില്ലെന്നേ. അതിലാ ഇതൊക്കെ വന്നേക്കുന്നത്. ദൈവമൈതലേ, ദൈവത്തിന്റെ ദൂതന് കാക്കയുടെ വേഷം കെട്ടാൻ കഴിയും. ദൈവത്തിന്റെ ദൂതന് മനുഷ്യന്റെ വേഷം കെട്ടാൻ കഴിയും. അവർ ആത്മരൂപികളാ. ദൈവത്തിന്റെ ദൂതന്മാർ ആത്മരൂപികളാണെങ്കിലും മനുഷ്യനായി പ്രത്യക്ഷപ്പെടാൻ കഴിയും. നമുക്ക് കാണാം, മനുഷ്യനായിട്ട് കാണാം. സ്തോത്രം. ഞാന് ഒരു മഹേന്ദ്ര ജീപ്പ് ഓടിച്ച് മഹാരാഷ്ട്ര സ്റ്റേറ്റില് നീലഗിരി ഡിസ്ട്രിക്റ്റില് ഒരു വലിയ ഘാട്ട് റോഡിൽ കൂടെ പോകുമ്പോൾ ആ വണ്ടി റോഡിന്റെ വലത്തുവശത്തുള്ള വലിയൊരു കൊക്കയിലേക്ക് 10-25 അടി താഴ്ചയുള്ള കൊക്കയിലേക്ക് മറിയുവാനിടയായി തീർന്നു. അവിടെ എങ്ങും ആരും വേറെ യാത്രക്കാരില്ല. സ്തോത്രം. എങ്ങനെ വണ്ടി കയറ്റിക്കൊണ്ടുവരും? എങ്ങനെ ഒരു പിടിയും കിട്ടാതെ വണ്ടി അങ്ങോട്ട് മറിഞ്ഞപ്പോഴത്തേക്ക് അവിടെയുള്ള കല്ലും എല്ലാം കൂടെ അങ്ങോട്ട് പറന്നിട്ട് പൊട്ടി അങ്ങോട്ട് നിറഞ്ഞിട്ട് എനിക്ക് കണ്ണുപോലും കാണത്തില്ല. എന്റെ കൂട്ടുകാരൻ കപ്പമാമൂട്ടിലെ ഒരു അച്ചായനുണ്ടായിരുന്നു കൂടെ. അദ്ദേഹമായിരുന്നു ഓടിച്ചിരുന്നത്. ദൈവാത്മാവ് നേരത്തെ പറഞ്ഞ അച്ഛാ, വണ്ടി അപകടം ഉണ്ടാകാൻ പോകുന്നു, സ്ലോ ഡൗൺ ചെയ്യാൻ പരിശുദ്ധാത്മാവ്